41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് ശബരിമലയിൽ ചെന്ന് ശാസ്താവിനെ കാണുമ്പോഴുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഈ മണ്ഡലവ്രതം എന്തിനാണെന്നും അതിന്റെ ഫലപ്രാപ്തി എന്തായിരിക്കുമെന്നും നമ്മളോട് സംസാരിക്കുന്നു ശ്രീ NN മേനോൻ. വ്രത അനുഷ്ഠാനങ്ങൾ എന്തിനാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്താൽ ശരിക്കു പറഞ്ഞാൽ അത് ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അൾട്ടിമേറ്റ്ലി യോഗം എന്ന് പറയുന്നതാണ് ഈശ്വരനായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കൽ. യുജ് ടു ജോയിൻ. അപ്പോൾ ആ യോഗത്തിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നു യോഗ കർമ്മസു കൗശലം. നാം ചെയ്യുന്ന കർമ്മങ്ങളിലെ കുശലത മീനിങ് ഡെക്സ്റ്ററിറ്റി. നമ്മളുടെ കർമ്മങ്ങളിൽ, നമ്മളുടെ ക്രിയകളിൽ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള കുശലതയാണ് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു മാർഗമാണ് കർമ്മശുദ്ധി വരുത്തൽ. ഈ കർമ്മശുദ്ധി നമുക്ക് എങ്ങനെയാണ് വരുത്താൻ പറ്റുക? കർമ്മത്തിൽ കുശലത നമുക്ക് എങ്ങനെയാണ് വരുത്താൻ പറ്റുക? എങ്ങനെയാണ് നമ്മളുടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടുന്നത്? കർമ്മത്തിന് നാം ഉപയോഗിക്കുന്ന ഉപാധികൾ സദാസമയത്തും വൃത്തിയാക്കി വയ്ക്കുക. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മനുഷ്യരും അതാത് പ്രവർത്തന രംഗത്തിൽ വേണ്ട പണിയായുധങ്ങൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണിയായുധങ്ങൾ, എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇത് ആരായാലും വളരെ ഭംഗിയായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഉപാധികളാണ്. ഈശ്വരൻ ഈ ലോകത്തിലേക്ക് നമ്മളെ വിട്ട് കർമ്മം ചെയ്യാനായിട്ട് വിട്ടപ്പോൾ നമ്മളുടെ കൂടെ തന്നയച്ചിട്ടുള്ള 3 ഉപാധികളാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഒന്ന് നമ്മളുടെ ശരീരം, ഒന്ന് നമ്മളുടെ മനസ്സ്, ഒന്ന് നമ്മളുടെ ബുദ്ധി. ഇതിൽ മനസ്സും ബുദ്ധിയും ഒന്നിച്ച് ഒരു പാക്കറ്റാക്കിയിട്ട് ചിത്തമെന്നോ അന്ധകരണമെന്നോ നമുക്ക് വിളിക്കാം. ശരീരം വ്യത്യസ്തമായിട്ട്. ശരീരത്തിനെയും അന്ധകരണത്തെയും ചിത്തത്തെയും സദാസമയത്തും ശുദ്ധീകരിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെടുപ്പാക്കി വയ്ക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഉപാധികളോട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ആ കർമ്മത്തിൽ കുശലതയുണ്ടാകും. കുശലതയുണ്ടായിരുന്ന കർമ്മം കാരണം നമ്മൾക്ക് യോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ശരീരത്തിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ സംസർഗം ചെയ്യുമ്പോൾ, ബാഹ്യലോകത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരം എന്ന് പറയുമ്പോൾ ബാഹ്യ അവയവങ്ങളും ആന്തരിക അവയവങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2 അവയവങ്ങളിലും ചളി പിടിച്ച് പറ്റുന്നത് സ്വാഭാവികം. ആ പൊടിപടലങ്ങൾ നമുക്ക് വൃത്തിയാക്കാൻ നമുക്ക് എത്രയോ സംവിധാനങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള ആ ചളിയെ തേച്ച് മാച്ച് കളയാനുള്ള സംവിധാനങ്ങൾ നമുക്ക് പല രൂപത്തിലുണ്ട്. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ, നമ്മളുടെ ഇന്നർ ഓർഗൻസ്, ഇത് വൃത്തിയാക്കാനും നമുക്ക് പലപ്പോഴും നമ്മൾ സുഖചികിത്സയ്ക്കൊക്കെ പോകാറുണ്ട്. ഇഴിച്ചിൽ, സ്പാ എന്നുള്ളതിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് മിക്കവരും വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. പക്ഷെ അതേ സമയത്ത് മനസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സങ്കീർണമായതാണ്. ബുദ്ധി എന്ന് പറയുന്നത് അതിലും സങ്കീർണമായതാണ്. അപ്പോൾ ഈ അന്ധകരണം എന്ന് പറയുന്നത് ശരീരത്തിനേക്കാൾ സങ്കീർണമായത് പല കാരണങ്ങളെ കൊണ്ടും. ഒന്ന്, ഈ ശരീരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് എനിക്ക് ഈ ശരീരം ലഭിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഈ ശരീരം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഞാൻ കൊണ്ടു നടക്കുന്ന അന്ധകരണം എനിക്ക് ജന്മജന്മാന്തരങ്ങളാൽ കിട്ടിയിട്ടുള്ള വാസനകളുടെ ഒരു ഭണ്ഡാരമാണ് ഇത്. അപ്പോൾ അത്രയും ജന്മങ്ങൾ ഞാൻ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് അത്രയും ചളി, ശരീരത്തിലുള്ളതിനേക്കാൾ 100 ഇരട്ടി ചളി അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ചളി പിടിച്ച് പുരണ്ട് കിടക്കുന്ന ഈ വാസനകളുടെ ബണ്ടിലായിട്ടുള്ള, നമ്മളുടെ സംസ്കാരത്തിൻ്റെ ബണ്ടിലായിട്ടുള്ള ഈ മനസ്സിനെയും ബുദ്ധിയെയുമായ അന്ധകരണത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠാനം ചെയ്യുന്നത്. പഞ്ചശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ ഈ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ. നമുക്ക് സദാസമയത്ത് നിന്ന് പഞ്ചശുദ്ധിയാണ്. ആഹാരശുദ്ധി, വസ്ത്രശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ഇങ്ങനെയുള്ള ശുദ്ധികളെല്ലാം നമുക്ക് വേണം. അപ്പോൾ ഈ ശുദ്ധികളെല്ലാം നമ്മൾ കൈവരിക്കുമ്പോൾ വ്രതാനുഷ്ഠാനം എടുക്കുക എന്ന് പറയുമ്പോൾ കാലത്തെണീക്കുക, കുളിക്കുക, വൈകുന്നേരം കുളിക്കുക, 2 നേരം കുളിക്കുക, ക്ഷേത്രത്തിൽ പോവുക, മിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, മിതമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുക, ആരെ കണ്ടാലും ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ളൊരു ഭാവം നമ്മളുടെ മനസ്സിലുണ്ടാവുക. ഇങ്ങനെയുള്ളൊരു എക്സസൈസ് നമ്മൾ ചെയ്തു പോകുമ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞ ക്യാരക്ടർ ബിൽഡിങ്ങിലേക്ക് നമ്മൾ എത്തുന്നു. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരമേവച, ജന്മമൃത്യു ജരാവ്യാധി, ദുഃഖദോഷാനുദർശനം.
ഇങ്ങനെയുള്ള സാത്വിക ഗുണങ്ങൾ നമ്മളിലുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാത്വിക ഗുണങ്ങൾ, നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പോട്ടൻ്റായിട്ട് കിടക്കുന്ന ദൈവിക ഭാവങ്ങൾ, ആ ഭാവങ്ങളെല്ലാം ഉണർത്താനായിക്കൊണ്ട് നമ്മൾ ഈ 41 ദിവസം ഒരു വ്രതം അനുഷ്ഠാനം ചെയ്യുമ്പോൾ ആ 41 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ബൈ ഫോഴ്സ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു മെറ്റമഫോർസിസ് വന്ന് ഒരു മാറ്റം വന്ന് ആ മാറ്റത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ നോക്കും. ഓരോ സമയത്തും നമ്മൾ വളരെ സിൻസിയറായിട്ട് വ്രതം അനുഷ്ഠിച്ചു വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ അറിയാത്ത ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. നമ്മളായിട്ട് സംസർഗം ചെയ്യുന്ന എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എന്നുള്ളൊരു ഭാവം നമ്മളുടെ മനസ്സിൽ വരുന്നു. ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം വളരെ ഉചിതമായി വേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന നിലയിലേക്ക് നമുക്ക് അന്യോന്യം ആൾക്കാരെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ 41 ദിവസം വ്രതമെല്ലാം കഴിഞ്ഞ് ശബരിമല മല ചവിട്ടി കയറുമ്പോൾ ഈ 41 ദിവസത്തെ അനുഭവത്തിൽ നാം മനസ്സിലാക്കുന്നു, എന്നിലും ഉണ്ട് അയ്യപ്പൻ, അങ്ങയിലും ഉണ്ട് അയ്യപ്പൻ. അതുകൊണ്ടാണ് ഈ ഒരു ഈരടി നമ്മൾ അറിയാതെ അത് മല കയറുമ്പോൾ നാം പാടിപ്പോകുന്നത്. സ്വാമി തിന്തകത്വം അയ്യപ്പ തിന്തകത്വം. അതൊരു കറപ്റ്റഡ് ഫോമാണ്. അതിൻ്റെ ശരിക്കുള്ള ഫോം, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഫോം, സ്വാമി എൻ്റെ അകത്ത് അയ്യപ്പൻ നിൻ്റെ അകത്ത്. അപ്പോൾ നിൻ്റെ അകത്ത് അയ്യപ്പനും എൻ്റെ അകത്ത് സ്വാമിയും ആണ് എന്നുള്ളൊരു ഭാവം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന് ആ ഭാവത്തോടു കൂടി ഞാൻ മല കയറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ സത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ വിഗ്രഹം കണ്ട് ആ സത്യത്തെ എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത നമ്മളിൽ പലവരും ഉണ്ടാവും. അവർക്കാണ് അവിടെ വലുതായിട്ടൊരു ബോർഡ് വെച്ചിരിക്കുന്നത്, തത്വമസി, നീ തന്നെയാണ് ആ ലക്ഷ്യം, നീ തന്നെയാണ് ആ സത്യം എന്ന ഭാവം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ, അന്ധകരണമായിരിക്കുന്ന മനസ്സിനെയും ബുദ്ധിയെയും, ചിത്തശുദ്ധി എന്ന് പറയുന്നത് അതാണ് ചിത്തശുദ്ധി. നന്നായിട്ട് എനിക്ക് ഈശ്വര അനുഗ്രഹത്തോടുകൂടി എനിക്ക് ഈശ്വര ദർശനത്തിനുള്ള വഴി കാണിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാവട്ടെ നമ്മളുടെ 41 ദിവസവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും 42ാമത്തെ ദിവസവും 41 ദിവസം ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും, സാരമില്ല. പിന്നീട് രണ്ടാമതും ഒരു കുട്ടി എങ്ങനെയാണോ നടക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നത്, അതുപോലെ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും പണ്ടത്തെ ആളെ മാതിരി ആയി മാറും. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു തരത്തിൽ നമ്മൾ അതിനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾക്ക് വീണ്ടും വ്രതങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആ ഒരു ജീവിതചര്യയെ മാറ്റി എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നിങ്ങൾക്കെല്ലാവർക്കും അയ്യപ്പൻ്റെയും ശാസ്താവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. വരൂ. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ക്ഷേത്രായന പ്രേക്ഷകർക്കും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.